സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയ മത്സരം. കഴിഞ്ഞ ദിവസം മുതൽ രണ്ടാം T20യിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടതിന് ശേഷം ആരാധകരുടെ ചോദ്യം ഇതാണ്: തിരുവനന്തപുരത്തെ സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ സഞ്ജുവിന് അവസരമുണ്ടാകുമോ? സത്യത്തിൽ സഞ്ജു ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മത്സരത്തിന്റെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ടത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിലെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡ് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്ന വാർത്തകളുണ്ടായിരുന്നു. ഒരു ദിവസത്തിനുള്ളിലാണ് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയത്. 30,000-ലധികം ടിക്കറ്റുകളാണ് ആ സമയത്ത് വിറ്റുപോയത്. കേരളത്തിൽ നടന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വേഗത്തിൽ ടിക്കറ്റുകൾ വിറ്റുതീരുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് 12 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആകെ ടിക്കറ്റുകളുടെ 80% വിറ്റുതീർന്നിരുന്നു. T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന മത്സരമെന്ന പ്രത്യേകതയും ഈ ഹോം ഗ്രൗണ്ടിൽ സഞ്ജു ആദ്യമായി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കാനിറങ്ങുന്നു എന്നതും ടിക്കറ്റ് വിൽപ്പനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഈ മാസം 31-നാണ് ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലെ 5ാം T20 മത്സരം നടക്കുക. ഗാലറികൾ നിറയുന്ന ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഗ്രൗണ്ടിൽ പക്ഷേ സഞ്ജു സാംസന്റെ നിരാശപ്പെടുത്തുന്ന ഫോം ആയതോടെ സഞ്ജുവില്ലാതെ ടീം ഇന്ത്യ കാര്യവട്ടത്തിൽ ഇറങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും കുറഞ്ഞ സ്കോറിനാണ് സഞ്ജു സാംസൺ പുറത്തായത്. രണ്ടും സോഫ്റ്റ് ഡിസ്മിസലുകളായിരുന്നു. സഞ്ജുവിന്റെ അമിതാവേശമെന്നോ ബ്രെയിൻ ഫേഡ് മൊമെന്റ് എന്നോ വിളിക്കാം ഈ പുറത്താകലുകളെ. സത്യത്തിൽ സഞ്ജുവിന്റെ ഇന്റൻഷൻ കറക്റ്റായിരുന്നു എന്ന് പറയാം. എങ്കിലും സഞ്ജു ചെയ്യേണ്ടിയിരുന്നത് അഭിഷേകിനെ പോലെ എല്ലാ പന്തും അടിച്ചകറ്റുക എന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നില്ല. സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. IPL-ൽ നമ്മൾ എത്രയോ പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. നിലയുറപ്പിച്ച ശേഷം പിന്നെ ആഞ്ഞടിക്കുക, അതാണ് സഞ്ജുവിന്റെ ശൈലി എന്ന് നമുക്കറിയാം. അതൊരിക്കലും ഗില്ലിന്റെ റണ്ണേബോൾ രീതിയല്ല. അഭിഷേകിന്റെ ശൈലിയുടെയും ശുഭ്മാൻ ഗില്ലിന്റെ ശൈലിയുടെയും ഇൻ ബിറ്റ്വീൻ ശൈലിയാണ് സഞ്ജുവിൻ്റെത് എന്ന് നമുക്കറിയാം. അത് അദ്ദേഹവും മനസ്സിലാക്കണമെന്ന് മാത്രം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജുവിന്റെ പുറത്താകൽ തീർച്ചയായും ഔട്ട് ഓഫ് ഫോമിനേക്കാൾ ഔട്ട് ഓഫ് റൺസ് എന്ന സൂര്യയുടെ ഇക്വേഷൻ പോലെ തന്നെയാണ്. സഞ്ജു അഭിഷേകിനെ അനുകരിക്കാതെ സ്വന്തം ശൈലിയിൽ തന്നെ ബാറ്റിംഗിന് ഇറങ്ങിയാൽ തീരാവുന്ന പ്രതിസന്ധി മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴേക്കും മത്സരങ്ങൾ അവസാനിക്കുകയും സഞ്ജുവിൻ്റെ ഫോമൗട്ട് അതൊരു വിഷയമായി മാറുകയും അത് തുടരുകയും അതൊരു ചർച്ചാ വിഷയമാവുകയൊക്കെ ചെയ്യുകയാണ്. ഇർഫാൻ പത്താൻ പറഞ്ഞതുപോലെ ഇൻകൺസിസ്റ്റൻസി എന്ന ടാഗിൽ സഞ്ജു വീണ്ടും കുരുങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല വരാനിരിക്കുന്ന T20 ലോകകപ്പിലും തുടർച്ചയായി 2ാം തവണയും ഒരു ലോകകപ്പിൽ ഒറ്റ അവസരം പോലുമില്ലാതെ സഞ്ജു ബെഞ്ചിലിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ആരാധകർ ഉള്ളത്. പ്രധാനമായും ന്യൂസിലാൻഡുമായുള്ള 2ാം T20യിൽ അദ്ദേഹം ഫ്ലോപ്പ് ആവുകയും ബാക്കപ്പ് കീപ്പർ ഇഷാൻ കിഷൻ മിന്നിക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ T20യിൽ 10 റൺസ് മാത്രമെടുത്ത സഞ്ജു രണ്ടാമത്തതിൽ 6 റൺസിനാണ് പുറത്തായത്. ആദ്യ പന്തിൽ തന്നെ ക്യാച്ച് ഡ്രോപ്പായിട്ടത് 6 പോവുകയായിരുന്നു. പക്ഷേ മറ്റൊരു വശത്താവട്ടെ ബാക്കപ്പ് കീപ്പറായി വന്ന ഇഷാൻ കിഷനാവട്ടെ 32 പന്തിൽ 76 റൺസ് വാരിക്കൂട്ടി കഴിഞ്ഞ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു. ടീമിലെ സ്ഥാനം നിലനിർത്തുന്നതിനായി സഞ്ജു ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് ആയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര കഴിഞ്ഞ ദിനം തന്നെ രംഗത്തെത്തിയിരുന്നു മത്സരശേഷം. ന്യൂസിലാൻഡിനെതിരെ ഒരിക്കൽ കൂടി ഫ്ലോപ്പായതോടെ വരാനിരിക്കുന്ന ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന 3ാം T20യിൽ സഞ്ജു സാംസണിന് റണ്ണെടുത്തേ തീരൂ എന്ന സമ്മർദ്ദമുണ്ടെന്നാണ് ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടത്. അങ്ങനെ റണ്ണെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവസാന 2 മത്സരങ്ങളിലും ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. തിരിച്ചുവരവുകൾ അരങ്ങേറ്റത്തെക്കാൾ കടുപ്പമാണ്. ആദ്യ കളിയിൽ കാര്യമായൊന്നും ചെയ്യാനാവാതെ പുറത്തായിട്ടും അടുത്ത മത്സരത്തിൽ ഇതേ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ഇഷാൻ കിഷനെ പോലുള്ള കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലഭിച്ച അവസരം അദ്ദേഹം നഷ്ടമാക്കിയില്ല. ഇപ്പോൾ സമ്മർദ്ദം സഞ്ജു സാംസണിനാണ്. റൺ എടുക്കാനായാൽ അദ്ദേഹത്തിന് തുടരാം. മറിച്ചാണെങ്കിൽ വിശാഖപട്ടണത്തെയും തിരുവനന്തപുരത്തെയും അവസാനത്തെ 2 മത്സരങ്ങളിൽ ഇഷാൻ കിഷനായിരിക്കും സഞ്ജുവിന് പകരം സ്ഥിരം പ്ലെയർ എന്ന രീതിയിൽ കളിക്കുക എന്നുമാണ് ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മത്സരശേഷം ESPN ക്രിക്കറ്റ് ഫോയുടെ ഷോയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇഷാൻ കിഷൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആവാനിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയായി വരണം. ഇഷാൻ കിഷൻ അതൊരു നല്ല ഉദാഹരണമാണ്. ഇഷാന്റെ കാര്യം തീർത്തും വ്യത്യസ്തവുമാണ്. കാരണം ഇന്ത്യൻ ടീം അവരുടെ വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കിക്കൊണ്ട് പകരം വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസനെ ഓപ്പണറായി കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് വരാനിരിക്കുന്ന ലോകകപ്പിൽ. പക്ഷേ അപ്പോഴും ഇഷാൻ കിഷൻ ബാക്കപ്പ് മാത്രമായിരുന്നു. ഇതിനിടെ മുൻനിര ഇടങ്കയ്യൻ ബാറ്ററായ തിലക് വർമ്മ പരിക്ക് കാരണം ആദ്യ 3 കളിയിൽ നിന്നും പിന്മാറുന്നു. പിന്നാലെ ഓപ്പണറായ സഞ്ജുവും ബാറ്റിങ്ങിൽ പരാജയമാകുന്നു. ഇത് നിങ്ങൾ സ്വയം എഴുതിയ തിരക്കഥയല്ല, മറ്റാരോ ആണ് ഈ തിരക്കഥ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ദിനം ആകാശ് ചോപ്ര പറഞ്ഞത്. സത്യമാണത്.
ന്യൂസിലാൻഡുമായുള്ള അടുത്ത കളിയിലും സഞ്ജു സാംസൺ ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയാൽ പകരം ഇഷാൻ കിഷനെ ഓപ്പണിംഗിലേക്ക് ഇന്ത്യ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പരിക്ക് ഭേദമായി 3-ാം നമ്പറിൽ തിലക് വർമ്മയും അവസാന 2 മാച്ചിൽ തിരിച്ചെത്തും എന്ന വാർത്തകളും നമുക്കിടയിലുണ്ട്. അതോടെ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇഷാൻ ഓപ്പണറായാൽ ടീമിലെ ആദ്യത്തെ 3 പേരും ഇടങ്കൈൻ ബാറ്റർമാരായി മാറുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് ടീമിന് തിരിച്ചടിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ആകാശ് ചോപ്ര പറയുന്നുണ്ട്. 3 ഇടങ്കൈൻ ബാറ്റർമാരെ ആദ്യ 3 സ്ഥാനങ്ങളിൽ കളിപ്പിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് കുഴപ്പമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യ 3 നമ്പറുകളിൽ 3 വലങ്കൈൻ ബാറ്റർമാരെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്. അവസാനത്തെ T20 ലോകകപ്പിലും ഇങ്ങനെ 3 വലങ്കൈന്മാരായിരുന്നു ആദ്യ 3 പൊസിഷനുകളിൽ കളിച്ചത്. ഇതിൽ പുതുതായി ഒന്നുമില്ലെന്നാണ് ചോപ്ര നിരീക്ഷിച്ചത്. അപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം കൃത്യമായും ഒരു ക്യൂരിയസ് കേസായി തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് സത്യം. ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു താരത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ട്വീറ്റ് ചെയ്യാറില്ല. പക്ഷേ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് അയാൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകകപ്പിൽ 4ാമത്തെ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിയണം എന്നാണ് മലയാളി താരമായ സഞ്ജു സാംസൺ 2019 ലോകകപ്പിൻ്റെ ഏകദിന ലോകകപ്പിൻ്റെ തൊട്ടുമുമ്പ് IPL കുറിച്ച ആദ്യ സെഞ്ചുറിക്ക് ശേഷം ഇപ്പോഴത്തെ കോച്ചായ ഗൗതം ഗംഭീർ അന്ന് ട്വിറ്ററിൽ കുറിച്ചത്. ആ കാലത്ത് ഋഷഭ് പന്തിനേക്കാളും സഞ്ജുവിനെയായിരുന്നു സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായി കണ്ടിരുന്നത്. പന്തിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്രതിരോധവും ടെക്നിക്കുമായിരുന്നു ഗവാസ്കറിനെയും എല്ലാം ആകർഷിച്ച ഘടകം. 2018-19 IPL ടൂർണമെന്റ് കഴിഞ്ഞതോടെ സമീപ ഭാവിയിൽ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായി ഇന്ത്യൻ ടീമിലെത്തുമെന്ന് ക്രിക്കറ്റ് പ്രേമികൾ എണ്ണിയതിൽ പ്രഥമ സ്ഥാനം സഞ്ജുവിന് തന്നെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാൻ ലഭിച്ച അവസരങ്ങളൊന്നും സഞ്ജുവിന് മുതലാക്കാനും കഴിഞ്ഞില്ല. ലഭിച്ച അവസരങ്ങൾ, അടിവരയിട്ട് പറയുന്നു, ലഭിച്ച അവസരങ്ങൾ എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഋഷഭ് പന്ത് ഏറെക്കുറെ ധോണിയുടെ പകരക്കാരനെന്ന സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു ടീമിൽ. 17ാം വയസ്സിൽ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സഞ്ജു സാംസൺ. 2013 രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളി തുടങ്ങിയതിനു ശേഷമാണ് സഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യ കളിയിൽ തന്നെ തകർച്ച നേരിട്ട ടീമിനെ രക്ഷിച്ച നിർണായകമായ പ്രകടനത്തോടെ സഞ്ജു അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ആ സീസണിൽ തന്നെ IPL അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായും സഞ്ജു മാറുകയുണ്ടായി. സഞ്ജുവിന്റെ ഒറ്റപ്പെട്ട മികച്ച ഇന്നിംഗ്സുകൾ കാണുമ്പോൾ എല്ലാവരും മതിമറന്ന് പ്രശംസിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് റൺസ് അടിച്ച രീതിയും ആ ഒരു അനായാസതയുമാണ്. സഞ്ജുവിന്റെ ആയാസരഹിതമായ ബാറ്റിംഗ് ടെക്നിക് സമപ്രായക്കാരായ ബാറ്റിംഗ് പ്രതിഭകളെക്കാളും ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് അന്നേ ക്രിക്കറ്റ് ലോകം മനസ്സിലാക്കിയിരുന്നു. സിക്സറുകൾ വാരിക്കൂട്ടുന്നതിൽ രോഹിത് ശർമ്മയ്ക്ക് തൊട്ട് പിന്നിലായോ ചേർന്നോ വരുന്ന പ്രതിഭയുണ്ട് സഞ്ജുവിനെന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും സ്ഥിരതയുടെ കാര്യം പറഞ്ഞും മറ്റുമൊക്കെ സഞ്ജുവിനേക്കാളും മറ്റുള്ളവർക്ക് അവസരം നൽകുകയായിരുന്നു ഈ കാലം വരെയുള്ള സെലക്ടർമാർ. ഇഷാൻ കിഷൻ അവസരം ലഭിച്ചിട്ടുണ്ട്, ഋഷഭ് പന്തിന് ലഭിച്ചിട്ടുണ്ട്, ജിതേഷ് ശർമ്മ, ഇവർക്കെല്ലാമായി പലവട്ടം വഴിമാറി കൊടുക്കേണ്ടി വന്ന ചരിത്രമുണ്ട് സഞ്ജു സാംസണ്. പിന്തുണക്കാൻ ലോബികളില്ലാതെ പ്രകടന മികവ് കൊണ്ട് മാത്രമാണ് സഞ്ജു ഇത്രയെങ്കിലും ഇന്ത്യൻ ടീമിൽ എത്തിയതെന്ന് നമുക്കറിയാം. സഞ്ജു പിടിച്ചു വാങ്ങിയ സ്ഥാനം തന്നെയാണിത് പ്രതിഭ കൊണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ തൻ്റെ മികവിൽ വിശ്വസിച്ച് മുന്നോട്ട് കുതിക്കുന്നതാണ് സഞ്ജുവിൻ്റെ ചരിത്രമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ടീമിൽ ഒരു ICC ടൂർണമെന്റിലേക്ക് അവസരം ഇതപ്രഥമമായി കിട്ടിയതിനു ശേഷം സഞ്ജു സാംസൺ അന്ന് സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത സന്തോഷ പ്രകടന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വിയർപ്പ് തൊന്നിയിട്ട കുപ്പായം, സെറ്റ് സ്വിച്ച് ഷർട്ട്. ആ കുപ്പായം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സഞ്ജു തന്നെ ധരിച്ച് ഗ്രൗണ്ടിലെത്തി റൺസ് മല ഉയർത്തി ടീമിന്റെ നെടുന്തൂണായി മാറട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത മത്സരങ്ങളിലേക്കെങ്കിലും ഫോമിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കാം.